ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഷാഫ്റ്റും അതുപോലെ ഷാഫ്റ്റ് കപ്ലിങ്സുമാണ്. ഫസ്റ്റ് നമുക്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന പാർട്ടിലോട്ട് പോകാം. ഷാഫ്റ്റിൻ്റെ ഫസ്റ്റ് എന്താണ് ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്, ഷാഫ്റ്റ് എന്താണ്, അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, സോ നോക്കാം. ഷാഫ്റ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് മെഷീൻ എലമെൻറ്റ് വിച്ച് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ഫ്രം വൺ മെഷീൻ ടു അതർ. നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഓർഡിനറി ഷാഫ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ. ഓർഡിനറി ഷാഫ്റ്റ് മീഡിയം കാർബൺ സ്റ്റീൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് മാനുഫാക്ചേർഡ് ബൈ മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് കാർബൺ കണ്ടൻറ്റ്. മീഡിയം കാർബൺ സ്റ്റീലിൻ്റെ കാർബൺ കണ്ടൻറ്റ് എത്ര ആയിരിക്കും? 0.15 to 0.4%. ഓക്കെ, സോ അടുത്തത് കൊമേഴ്ഷ്യൽ ഷാഫ്റ്റ്. കൊമേഴ്ഷ്യൽ ഷാഫ്റ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ. കൊമേഴ്ഷ്യൽ ഷാഫ്റ്റ് ലോ കാർബൺ സ്റ്റീലാണ്. ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് റോളിംഗ്. അന്നേരം ഇതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഹോട്ട് റോളിംഗ് വഴിയാണ് കൊമേഴ്ഷ്യൽ ഷാഫ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അന്നേരം ഹോട്ട് റോളിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ സ്കെയിൽസും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണും അതിൻ്റെ സർഫസിൽ. സോ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അതിനെ ഫൈനലി ഫിനിഷ് ചെയ്യും. സോ ഫിനിഷ്ഡ് ബൈ, അന്നേരം ഹോട്ട് റോളിങ്ങിന് ശേഷം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ബൈ ടു എ സൈസ് ബൈ കോൾഡ് ഡ്രോയിങ് ബൈ ടേണിങ് ആൻഡ് ഗ്രൈൻഡിങ്. ഓക്കെ, അന്നേരം ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടേണിങ്ങും ഗ്രൈൻഡിങ്ങും വഴിയാണ്, അല്ലെങ്കിൽ കോൾഡ് ഡ്രോയിങ് വഴിയാണ്. അന്നേരം രണ്ട് രീതിയിൽ ഫിനിഷ് ചെയ്യാം, ബൈ കോൾഡ് ഡ്രോയിങ് അല്ലെങ്കിൽ ടേണിങ് ആൻഡ് ഗ്രൈൻഡിങ്. അന്നേരം ഇത്രയേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ ഷാഫ്റ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോസസ് ഹോട്ട് റോളിംഗ് ആൻഡ് ഫിനിഷ്ഡ് ടു സൈസ് ബൈ കോൾഡ് ഡ്രോയിങ് ഓർ ടേണിങ് ആൻഡ് ഗ്രൈൻഡിങ്. ലേത്തിൽ ടേൺ ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി കോൾഡ് ഡ്രോയിങ്ങും ഹോട്ട് റോളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. കോൾഡ് ഡ്രോയിങ് പ്രൊഡ്യൂസസ് എ സ്ട്രോങ് ഷാഫ്റ്റ്. അന്നേരം നേരത്തെ പറഞ്ഞു ഹോട്ട് റോളിംഗ് ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ കോൾഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് വിച്ച് പ്രൊഡ്യൂസസ് സ്ട്രോങ് ഷാഫ്റ്റ് ദാൻ ഹോട്ട് റോളിംഗ്. അന്നേരം ഹോട്ട് റോളിങ്ങിനേക്കാളും മോർ സ്ട്രെങ്ത് ഉള്ള ഷാഫ്റ്റ് കോൾഡ് ഡ്രോയിങ് വഴി ഉണ്ടാക്കാം. പക്ഷേ എന്താണ്? ടോളറൻസ് ഓൺ ദെയർ ഡയമീറ്റർ ആൻഡ് സ്ട്രെയിറ്റ്നസ് ആർ നോട്ട് വെരി ക്ലോസ് കമ്പയർഡ് ടു ഷാഫ്റ്റ് ഫിനിഷ്ഡ് ബൈ ടേണിങ് ആൻഡ് ഗ്രൈൻഡിങ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോളറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്ററിലും കാര്യങ്ങളിലുള്ള ടോളറൻസ് എന്ന് പറയുന്നത് നോട്ട് വെരി ക്ലോസ് ആണ്. ഓക്കെ, സോ അതുപോലെ കോൾഡ് ഡ്രോയിങ് ഓൺ റിസൾട്ട് ഇൻ റെസിഡ്യൂവൽ സ്ട്രെസ്. മറ്റൊരു പ്രശ്നം, മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്. കോൾഡ് ഡ്രോയിങ്ങിൽ എന്തുണ്ടാകും? റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ടാകും. സോ അതും പ്രോബ്ലമാണ്. സോ മെയിനായിട്ടും ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഹോട്ട് റോളിംഗ് വഴിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇനി ഡിസൈൻ ഓഫ് ഷാഫ്റ്റിലോട്ട് പോകാം. ഷാഫ്റ്റ് ഡിസൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് സ്ട്രെങ്ത്. സ്ട്രെങ്തിനെ ബേസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ് ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ. എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം. ഓക്കെ, അന്നേരം അതിലെ ഫസ്റ്റ് ഇക്വേഷനാണ് എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ. അതാണ് ഈ ഇക്വേഷൻ. എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ. ഓക്കെ, സോ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ്. അന്നേരം ആദ്യത്തെ ബേസ്ഡ് ഓൺ സ്ട്രെങ്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞത് പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ് ഒരു ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്നു. പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോർഷൻ ഇല്ല, ആക്സിൽ ഫോഴ്സ് ഒന്നുമില്ല. നോർമലി ഒരു ഷാഫ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ടോർഷനും ആക്സിൽ ഫോഴ്സും ഒക്കെയാണ്. സോ ഇവിടുത്തെ കേസിൽ പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ് മാത്രം. ഓക്കെ, സോ പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ് ആകുമ്പോഴത്തേന് ബെൻഡിങ് ഇക്വേഷൻ എന്താണ്? എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ആണ്. ഓക്കെ, സോ എം ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ്, ഐ ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ഷാഫ്റ്റ് അബൌട്ട് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. Sigma b is the bending stress. Y is the distance from neutral axis to outermost fiber. ഔട്ടർമോസ്റ്റ് ഫൈബർ വരെയുള്ള ന്യൂട്രൽ ആക്സിസ്. അതായത് ഷാഫ്റ്റിൻ്റെ കേസിൽ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, സോ d/2 ആയിരിക്കും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ πd⁴/64 ആണ്. അത് ഹോളോ ഷാഫ്റ്റ് ആകുമ്പോഴത്തേന് d0⁴ - di⁴ കൊടുക്കുക. സോ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ് ഇതാണ്. അന്നേരം അതിൻ്റെ ഇക്വേഷൻ എന്താകും? അത് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ അല്ലേ, സിഗ്മ ബൈ വൈ. അതിൽ നിന്നും വൈയുടെ ടേം, വൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു d/2 ആണ് വൈ എന്ന് പറയുന്നത്. അതുപോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും πd⁴/64 ആണ്. ഇത് രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് ഫോർ സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസ്, സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് വിത്തൗട്ട് ഹോൾ അല്ലേ, സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ ബെൻഡിങ് മൊമെൻറ്റ് ഇൻഡിക്കേഷൻ ഇതാണ് π/32 × സിഗ്മ ബി × d³. അല്ലെങ്കിൽ നമ്മൾ നോർമലി പഠിക്കുന്നത് ഇങ്ങനെയായിരിക്കും. സിഗ്മ ബി ഈസ് ഈക്വൽ ടു
32m/πd³. 32m/πd³. ഓക്കെ. സോ പിന്നെ അതാണ് സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വരും. ഇനി അടുത്തത് ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ എന്ത് പ്രത്യേകത? ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ 2 ഡയമീറ്റർ ഉണ്ട് അല്ലേ? ഒരു ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ 2 ഡയമീറ്റർ ഉണ്ട്. ഔട്ട്സൈഡ് ഡയമീറ്ററായ DOയും ഇൻസൈഡ് ഡയമീറ്ററായ DIയും. ഇൻസൈഡ് ഡയമീറ്റർ DI ആണ്. ഓക്കെ. സോ അത് തമ്മിലുള്ള റേഷ്യോ K എന്ന് പറയുന്ന ഒരു റേഷ്യോ, ദാറ്റ് ഈസ് DI/D0. അതാണ് K. K എന്ന് പറയുന്നത് ഇൻസൈഡ് ഡയമീറ്റർ ബൈ ഔട്ട്സൈഡ് ഡയമീറ്റർ. അതിനെയാണ് KI എന്ന് വിളിക്കുന്നത്, അല്ല K എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് DI/D0. അന്നേരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന്, അന്നേരം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ഒക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് ഫോർ ഹോളോ ഷാഫ്റ്റ് എന്ത് വരും? M = π/32 ഇൻറ്റു സിഗ്മ B ഇൻറ്റു D0³ ഇൻറ്റു 1 - K⁻⁴. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇത് തിരിച്ചെഴുതാം. സിഗ്മ B = എങ്ങനെ എഴുതാൻ പറ്റും? 32m/π ഇൻറ്റു D0³ ഇൻറ്റു 1 - K⁻⁴ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? സോ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. എപ്പോഴാണ്? വെൻ ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു പ്യുവർ ടോർഷണൽ മൊമെൻറ്റ്. അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് മാത്രമായിരുന്നു, പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ്. ഇവിടുത്തെ കേസിൽ പ്യുവർ ടോർഷണൽ മൊമെൻറ്റ് ഓർ ടോർക്ക്. ഓക്കെ. സോ നമ്മൾ എന്തെടുക്കും? ടോർഷണൽ ഇക്വേഷൻ എടുക്കാം. T/J = τ/r എന്ന് പറയുന്ന ടോർഷണൽ ഇക്വേഷൻ അറിയാം നമുക്ക്. അതിൽ T എന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ഓർ ടോർക്കാണ്. J എന്ന് പറയുന്നത് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ടോ എന്ന് പറയുന്നത് ടോർഷണൽ ഷിയർ സ്ട്രെസ് ആണ്. R എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ദി ഷാഫ്റ്റ് ആണ്. ഓക്കെ. സോ അതാണ് ഇക്വേഷൻ. സോ അതിൽ നിന്നും എന്തിലേക്ക് വരാം? നമുക്ക് സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിലും ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിലും എന്ത് വരാം? ടോർക്ക് എന്ന് പറയുന്നത് π/16 ഇൻറ്റു ടോ ഇൻറ്റു D³, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിക്കും ടോ എന്ന് പറയുന്നത് 16T/πd³ എന്ന് പറയും. ഫോർ സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ 16T/πd³. അല്ലെങ്കിൽ അതുപോലെ ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ K എന്ന് പറയുന്നത് DI/D0 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ K ഇൻ ടേംസ് ഓഫ് K വരുമ്പോഴത്തേന് ടോർക്ക് എന്ന് പറയുന്നത് π/16 ഇൻറ്റു ടോ ഇൻറ്റു D0³ ഇൻറ്റു 1 - K⁻⁴. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷനിൽ T/J = τ/r, അതിൽ J എന്ന് പറയുന്നത് πd⁻⁴/32 ആണല്ലോ, പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. അതുപോലെ R എന്ന് പറയുന്നത് D/2. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ കിട്ടുന്നത്. അതുപോലെ സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ കിട്ടുമ്പോഴത്തേന് D0⁴ തൊട്ട് മുമ്പ് പറഞ്ഞത് സോളിഡിൻ്റെ കേസിൽ. ഹോളോയുടെ കേസിലാകുമ്പോൾ D0⁴ DI⁴ കൊടുത്തിട്ട് അതിൽ നിന്നും D0 കോമൺ എടുക്കുമ്പോഴാണ് അത് Kയുടെ ടൈംസിൽ വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ നോർമലി മോസിലും എല്ലാം പഠിക്കുന്നതാണ്. സോ നമുക്ക് ആ ഡെറിവേഷൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ, അതുകൊണ്ടാണ് അത് പറയാത്തത്. സോ ഇക്വേഷൻ ഇത് രണ്ടും ഇതാണ്. സോളിഡ് ഷാഫ്റ്റ്, ഹോളോ ഷാഫ്റ്റ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ ഡിറൈവ് ചെയ്തെടുക്കുക, പിന്നെ നമുക്കറിയാം ഇത് ടോ എന്ന് പറയുന്നത് 16D/πd³ ആണെന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ രീതിയിൽ പഠിച്ചു വെക്കുക. സോ ഇതാണ് ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു പ്യുവർ ടോർഷണൽ മൊമെൻറ്റ്. അടുത്തത്, വെൻ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു കോമ്പിനേഷൻ ഓഫ് ലോഡ്സ് we can find the principal stress and principal shear stress by using Mohr circle. അന്നേരം കോമ്പിനേഷൻ ഓഫ് ലോഡ്സ് വരുന്നു. കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കാരണമുണ്ടാകുന്ന സ്ട്രെസ്സായ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു നോർമൽ സ്ട്രെസ്സും ടോർഷൻ കാരണം ഉണ്ടാകുന്നത് ഒരു ഷിയർ സ്ട്രെസ്സുമാണ് അല്ലേ. അന്നേരം ഒരെണ്ണം നോർമലും ഒരെണ്ണം ഏതാണ്? ഷിയറുമാണ്. അന്നേരം ഇതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് മോർ സർക്കിളാണ്. മോർ സർക്കിൾ ദാറ്റ് മീൻസ് ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് രണ്ടും വന്നാൽ, അല്ലെങ്കിൽ ടോർഷൻ ആൻഡ് ആക്സിയൽ ഫോഴ്സ് വരാം, അല്ലെങ്കിൽ ടോർഷൻ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ആക്സിയൽ ഫോഴ്സ് ഇതെല്ലാം വരാം അല്ലെ, കോമ്പിനേഷൻ വരാം. സോ കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മോർ സർക്കിൾ അല്ലെങ്കിൽ പിന്നെ 3 ഡയമെൻഷണൽ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ. സോ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം നോർമൽ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? ആക്ച്വലി ഇങ്ങനെ ആയിരുന്നു പഠിച്ചത്, σ1 + σ2/2 + √, അങ്ങനെ ആയിരുന്നു പഠിച്ചത് അല്ലേ. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒരു സ്ട്രെസ്സേ കൊടുത്തിട്ടുള്ളൂ, നോർമൽ സ്ട്രെസ്സ്. σ1 = എന്തെടുത്തു?
സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ ടി എന്നെടുത്തു. സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ ടി. ആ സിഗ്മ ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുത്താൽ മതി? സിഗ്മ ബി, ബെൻഡിങ് സ്ട്രെസ് ആണെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് കൊടുക്കുക, ആക്സൽ സ്ട്രെസ് ആണെങ്കിൽ ആക്സൽ സ്ട്രെസ് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ച് വെക്കേണ്ട, കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ടി ബൈ 2 പ്ലസ് ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 സിഗ്മ സ്ക്വയർ. അതുപോലെ ടോ മാക്സിമം ഈസ് ഈക്വൽ ടു ഈ ടൈം വരും ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. ഓക്കെ, സോ ഇതിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വെൻ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു കോമ്പിനേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ടോർക്ക്. അന്നേരം ഒരു ഷാഫ്റ്റിൽ ബെൻഡിങ് മൊമെൻറ്റും ടോർക്കിൻ്റെയും കോമ്പിനേഷൻ വന്നാൽ എന്താണ് ഇക്വേഷൻ? ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടുന്നത്. സിഗ്മ ബി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ്. സിഗ്മ ബി എന്ന് പറയുന്നത് മാക്സിമം നോർമൽ സ്ട്രെസ്. മാക്സിമം നോർമൽ സ്ട്രെസ് ഇൻഡിക്കേഷൻ ഇതാണ്. കോമ്പിനേഷൻ ഓഫ് ഏതൊക്കെയാണ്? ബെൻഡിങ് മൊമെൻറ്റും ടോർക്കും. അന്നേരം ഇതാണ് 32 ബൈ പൈ ഡി ക്യൂബ് ഇൻറ്റു ഹാഫ് ഇൻറ്റു എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ആണ്. അതായത് നമ്മൾ 32 എം ബൈ പൈ ഡി ക്യൂബ് എന്ന ടേമിലാക്കാൻ വേണ്ടിയാണ്. അന്നേരം ബെൻഡിങ് മൊമെൻറ്റ് മാത്രം വന്നാൽ എങ്ങനെയാണ്? 32 എം ബൈ പൈ ഡി ക്യൂബ് ആണല്ലോ. അന്നേരം അതേപോലെ തന്നെ 32 ബൈ പൈ ഡി ക്യൂബ് ഇവിടെ ഉണ്ട്. 32 ബൈ പൈ ഡി ക്യൂബ് ഉണ്ട്. അതിൻ്റെ കൂടെ എമ്മിന് പകരം എന്താണ്? ഹാഫ് ഇൻറ്റു എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, അന്നേരം എമ്മിന് പകരം ഹാഫ് ഇൻറ്റു ഇത്രയും വന്നല്ലോ. അന്നേരം ഇതിനെ എന്ത് വിളിക്കാം? നമുക്ക് ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് വിളിക്കാൻ പറ്റും. സോ നോർമലി ഇക്വേഷൻ 32 എം ബൈ പൈ ഡി ക്യൂബ് ആണ്. അതിൽ എമ്മിന് പകരമാണ് കോമ്പിനേഷൻ വന്നപ്പോൾ ഇങ്ങനെ വന്നു ഹാഫ് ഇൻറ്റു എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ. സോ ഈ ടൈമിനെ എന്ത് വിളിക്കാം? ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് വിളിക്കാം. സോ ഹാഫ് ഇൻറ്റു എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഈസ് കോൾഡ് ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദിസ് തിയറി ഈസ് ഗുഡ് ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ ഓൺലി. അന്നേരം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഇതാണ് മാക്സിമം. അതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഈസ് ഗുഡ് ഫോർ ഓൺലി ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയലിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് നമ്മൾ നോർമലി എന്തിൽ ഉപയോഗിക്കത്തില്ല? ഷാഫ്റ്റിൽ ഉപയോഗിക്കത്തില്ല. നോട്ട് ഗുഡ് ഫോർ ഷാഫ്റ്റ്. ബിക്കോസ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലായ സ്റ്റീല് പോലുള്ള ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ടാണ് ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഏതിൽ ഉപയോഗിക്കത്തില്ല? ഷാഫ്റ്റിൽ യൂസ് ചെയ്യില്ല. അന്നേരം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഹാഫ് ഇൻറ്റു എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ. ഇത് ഓർത്ത് വെച്ചേ പറ്റൂ. ഹാഫ് ഇൻറ്റു എം പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ആണ് ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ്. അന്നേരം അതിൻ്റെ ഡെഫിനിഷൻ നോക്ക്. ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് വിച്ച് acting alone will produce same effect in the shaft under the combined action of bending moment and torque. തൊട്ട് മുമ്പ് പറഞ്ഞോണം combined action of bending moment and torque. അത് കാരണം ആക്ട് ചെയ്യുന്ന സെയിം എഫക്റ്റ് എന്ത് തരും? ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നത് കാരണം തരും. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അടുത്തത് നമുക്ക് ഇക്വലൻ്റ് ഷിയർ സ്ട്രെസ്സിലോട്ട് പോകാം. ദാറ്റ് മീൻസ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അപ്ലൈ ചെയ്യുമ്പോഴത്തേന് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ തരുന്നു 16T ബൈ പൈ ഡി ക്യൂബാണ് അല്ലേ. ടോർക്ക് മാത്രം വന്നാൽ 16T ബൈ പൈ ഡി ക്യൂബാണ്. സോ ഇവിടുത്തെ കേസിൽ ആ 16 ബൈ പൈ ഡി ക്യൂബ് ഉണ്ട്. ഇനി ഈ ടോർക്കിന് പകരം എന്തിട്ടു? റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ വന്നു. അങ്ങനെ ടോർക്കിന് പകരം റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ വന്നത് കൊണ്ട് തന്നെ ആ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയറെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വലൻ്റ് ടോർഷണൽ മൊമെൻ്റ് എന്ന് വിളിക്കാൻ പറ്റും. സോ ദ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഈസ് കോൾഡ് ഇക്വലൻ്റ് ടോർഷണൽ മൊമെൻ്റ്. അന്നേരം ഈ തിയറിയാണ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ. അന്നേരം മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഈസ് ഗുഡ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷാഫ്റ്റ്. അന്നേരം ഷാഫ്റ്റിൻ്റെ കേസിൽ അത് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇക്വലൻ്റ് ടോർഷണൽ മൊമെൻ്റ് എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇക്വേഷൻ ഇതാണ്. റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇതുപോലെ തന്നെ പറയാം. ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റിന് വരെ എന്ത് കൊടുക്കാം? ഇക്വലൻ്റ് ടോർഷൻ ഓർ ടോർക്ക് ഈസ് ദ torsional moment which acting alone will produce same effect in the shaft under the combined action of bending moment and torque. So അതിൻ്റെ ഡെഫിനിഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. സോ ഇതുപോലെ തന്നെയാണ് ഡെഫിനിഷനും വരുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫറ്റീഗ് ലോഡ് ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫറ്റീഗ് ലോഡ്.
ഫറ്റീഗ് ലോഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഓർ സൈക്ലിക് ലോഡ്. ഒരു ഷാഫ്റ്റിൽ സൈക്ലിക് ലോഡ് വന്നാൽ എന്താണ് അതിൽ മാറ്റം വരുന്നത്? അന്നേരം അതിൽ മാറ്റം വരുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഇക്വലൻ്റ് ടോർഷനും ടോർക്കും ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റിന് ചെറിയൊരു മാറ്റം വരും അല്ലേ. നോർമലി ഇക്വലൻ്റ് ടോർഷണൽ മൊമെൻറ്റ് എന്തായിരുന്നു? √(m²) + t² ആയിരുന്നു. അതിന് പകരം എമ്മിൻ്റെ കൂടെ ഒരു km കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ടിയുടെ കൂടെ ടോർക്കിൻ്റെ കൂടെ ഒരു kt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. km എന്ന് പറയുന്നത് കമ്പൈൻഡ് ഷോക്കിംഗ് ആൻഡ് ഫറ്റീഗ് ഫാക്ടർ ഫോർ ബെൻഡിങ്. അന്നേരം ബെൻഡിങ് മൊമെൻറ്റിനോടൊപ്പം കിടക്കുന്നതാണ് km. സോ അതിനെ എന്ത് വിളിക്കാം? കമ്പൈൻഡ് ഷോക്ക് ആൻഡ് ഫറ്റീഗ് ഫാക്ടർ ഫോർ ബെൻഡിങ്. അതൊരു ഫാക്ടറാണ്, ഒരു വാല്യൂ ആണ്, അത് >1 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ അതുപോലെ kt എന്ന് പറയുന്നത് കമ്പൈൻഡ് ഷോക്ക് ആൻഡ് ഫറ്റീഗ് ഫാക്ടർ ഫോർ ടോർഷൻ. അതൊരു ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഫാക്ടറാണ്. സോ അതുകൊണ്ടാണ് അത് ടോർക്കിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അന്നേരം ഇത്രേ ഉള്ളൂ. എവിടെ ബെൻഡിങ് മൊമെൻറ്റ് വരുന്നോ, എം വരുന്നോ, അതിൻ്റെ കൂടെ km മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെ ടോർക്ക് വരുന്നോ അതിൻ്റെ കൂടെ ktയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ me = എന്ത് എഴുതാം നമുക്ക്? അതുപോലെ ഇക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് എന്ത് എഴുതാം? എന്തായിരുന്നു ഇക്വേഷൻ? ½ × m + √(m²) + t² ആയിരുന്നു. അതിന് വരെ എവിടെ m ഉണ്ടോ അതിൻ്റെ കൂടെ km കൊടുക്കുക, അതുപോലെ ടോർക്കിൻ്റെ കൂടെ ktയും കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ ഷാഫ്റ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്. ഓക്കെ, ഇനി അടുത്തത് ഡിസൈൻ ഓൺ ദി ബേസിസ് ഓഫ് ടോർഷണൽ റിജിഡിറ്റി. ടോർഷണൽ റിജിഡിറ്റി ആയ T/J = അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, T/J = τ/r, അത് മാറിയല്ലോ, gθ/L. T/J = gθ/L. ഓക്കെ, അതാണ് ഇക്വേഷൻ ടോർഷണൽ ബേസ്ഡ് ഓൺ ടോർഷണൽ റിജിഡിറ്റി. T/J = gθ/L. അതിൽ നിന്ന് θ എന്ത് എഴുതാം? TL/jg എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഓരോ ടേമും എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തീറ്റ ഈസ് ദ ടോർഷണൽ ഡിഫ്ലക്ഷൻ ഓർ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ റേഡിയൻസ്. അടുത്തത് ടോർക്ക് ടി ആണ്, ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ഓർ ടോർക്ക്. ജെ എന്ന് പറയുന്നത് നമുക്കറിയാം പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്, അത് πd⁻⁴/32 ഇൻ ദ കേസ് ഓഫ് സോളിഡ് ഷാഫ്റ്റ്, π/32 × d0⁴ - di⁴ ഇൻ ദ കേസ് ഓഫ് ഹോളോ ഷാഫ്റ്റ്. ഓക്കെ, ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, ജി എന്ന് പറയുന്നത്. എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. ഇത്രയാണ് ബേസ്ഡ് ഓൺ ടോർഷണൽ റിജിഡിറ്റി. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വലിയ പ്രാധാന്യമില്ല. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കേസിൽ, ടോർഷണൽ റിജിഡിറ്റിയുടെ കേസിൽ ഡിസൈൻ ചെയ്താലെന്ന് പറഞ്ഞാൽ അവരൊരു ആംഗിൾ ഓഫ് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ തരും. അന്നേരം അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും മനസ്സിലാവും. ഓക്കെ, ഇത്രയാണ് ഷാഫ്റ്റിൻ്റെ പോർഷൻസ് വരുന്നത്. അടുത്തത് നമുക്ക് ഷാഫ്റ്റ് കപ്ലിങ്സ് ആണ്. അടുത്തത് ഷാഫ്റ്റ് കപ്ലിങ്സ് ആണ്. നമ്മൾ ഷാഫ്റ്റ് കപ്ലിങ്സ് എന്താണ്? രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ്, മെഷീൻ കമ്പോണൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഷാഫ്റ്റ് കപ്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മെയിൻ പർപ്പസ് ഓഫ് ഷാഫ്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് ടു കണക്ട് ടു ഷാഫ്റ്റ് ഓഫ് ദി മെഷീൻ കമ്പോണൻറ്റ്. ഇതാണ് ഏറ്റവും മെയിൻ പർപ്പസ്, രണ്ട് മെഷീൻ കമ്പോണൻറ്റ് അല്ലെങ്കിൽ മെഷീൻ ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അടുത്തത് ടു ഇൻട്രൊഡ്യൂസ് മെക്കാനിക്കൽ ഫ്ലെക്സിബിലിറ്റി. സം ഷാഫ്റ്റ് കപ്ലിങ്സ് ഗിവ് സം ഫ്ലെക്സിബിലിറ്റി അല്ലേ. രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴത്തേന് അത് ചിലപ്പോൾ എക്സാക്ട്ലി സെയിം അലൈൻമെൻറ്റ് ആവണമെന്നില്ല, ചെറിയൊരു ആംഗുലാർ ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ ആക്സൽ ഡിഫ്ലക്ഷനോ കാണും അല്ലേ. അന്നേരം ആ കേസിൽ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഷാഫ്റ്റ് കപ്ലിംഗ് ഉപയോഗിക്കാം. അടുത്തത് ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ഷോക്ക് ലോഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. അന്നേരം ഷോക്ക് ലോഡ് ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ പറ്റും. അടുത്തത് ടു ഇൻട്രൊഡ്യൂസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർലോഡ് കേസ് വരുമ്പോഴത്തേന് ഇപ്പോൾ ഒരു മോട്ടറും ജനറേറ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്നു, മോട്ടർ വെച്ച് ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനും ജനറേറ്ററും തമ്മിൽ അല്ലേ. അന്നേരം എഞ്ചിനിൽ ഓവർലോഡ് കൊടുക്കുമ്പോഴത്തേന് അത്രയും ലോഡ് ജനറേറ്ററിന് താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന കപ്ലിംഗ് ആണെങ്കിൽ ആ കപ്ലിംഗ് ആ ലോഡ് വെച്ച് ഡിസൈൻ ചെയ്താൽ അവിടെ വെച്ച് ഫെയിൽ ആവും അല്ലേ, കപ്ലിംഗ് ഫെയിൽ ആവും. സോ ജനറേറ്ററിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതിരിക്കും. സോ അതിനാണ് ടു ഇൻട്രൊഡ്യൂസ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഓവർലോഡ്. അടുത്തത് ഇറ്റ് ഷുഡ് ഹാവ് നോ പ്രൊജക്റ്റിംഗ് പാർട്സ്. ഓക്കെ, അത് അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രൊജക്റ്റിംഗ് പാർട്സ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഇത്രയാണ് ഷാഫ്റ്റ് കപ്ലിങ്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഷാഫ്റ്റ് കപ്ലിംഗ് ആണ്. ഷാഫ്റ്റ് കപ്ലിങ്ങിനെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, റിജിഡ് കപ്ലിങ്ങും ഫ്ലെക്സിബിൾ കപ്ലിങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞോളാം, ഫ്ലെക്സിബിലിറ്റി തരുന്ന കപ്ലിംഗ് ആണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. റിജിഡ് കപ്ലിംഗ് എന്താണ്? ഫോർ പെർഫെക്റ്റ് അലൈൻഡ് ഷാഫ്റ്റ്, പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റിന് വേണ്ടിയാണ് റിജിഡ് കപ്ലിംഗ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഓർത്ത് നോക്കുക, സ്ലീവ് ആൻഡ് മഫ് കപ്ലിംഗ്, കംപ്രഷൻ കപ്ലിംഗ് ആൻഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. ഓക്കെ, റിജിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ,
അടുത്തത് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ടോളറേറ്റ് സം ഡിഗ്രി ഓഫ് ആംഗുലാർ മിസ്അലൈൻമെൻറ്റ് ആൻഡ് ഓൾസോ സം ആക്സിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ക്യാൻ അബ്സോർവ് ഷോക്ക്. അന്നേരം ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ് ഷോക്ക് അബ്സോർവ് ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്, ഓൾഡ്ഹാംസ് കപ്ലിംഗ്. ഇത്രയാണ് ഏതാണ് ഫ്ലെക്സിബിൾ ടൈപ്പ് കപ്ലിങ്ങിൽ വരുന്നത്. ഓക്കെ, സോ അടുത്തത് ഫസ്റ്റ് കപ്ലിങ്ങിലോട്ട് പോകാം നമുക്ക്. മഫ് കപ്ലിംഗ് ഓർ സ്ലീവ് കപ്ലിംഗ് ഓർ ബോക്സ് കപ്ലിംഗ്. അന്നേരം ഈ 3 ടൈപ്പിലും ഇതറിയപ്പെടും. സ്ലീവ് കപ്ലിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, മഫ് കപ്ലിംഗ് ആൻഡ് ബോക്സ് കപ്ലിംഗ് എന്നും അത് അറിയപ്പെടും. ഓക്കെ, സിമ്പിളാണിത്, ഇത്രയേ ഉള്ളൂ. ഒരു ഹോളോ ഒരു ഷാഫ്റ്റ് പോലെ ഒരു സംഭവമുണ്ട് അല്ലേ, ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ട്. അന്നേരം ഇതാണ് അതിൻ്റെ റിയൽ ഇമേജ്. അന്നേരം ഇതിലോട്ട് ഒരു ഷാഫ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യും, മറ്റൊരു ഷാഫ്റ്റ് ഇവിടുന്ന് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലേ, എന്നിട്ട് അതിൽ കീ കാണും, ആ കീ വെച്ച് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. സോ അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഈ സ്ലീവ് എന്ന് അതിനെ വിളിക്കുന്നത് ഇതാണ്, ഈ സംഭവത്തിനെയാണ്, ഈ ഹോളോ പാർട്ടിനെയാണ് സ്ലീവ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇതിനെയാണ് സ്ലീവ് എന്ന് വിളിക്കുന്നത്. അന്നേരം സ്ലീവ് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇതിൻ്റെ കമ്പോണൻറ്റ് അല്ലേ. സ്ലീവ് അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, മഫ് എന്ന് വിളിക്കാം. അതുപോലെ ഒരു 2 കീയും കാണും, ഇവിടെ ഒരു കീ കാണും, അതുപോലെ ഇവിടെ ഒരു കീ കാണും. ഓക്കെ, സോ പിന്നെ ഇതാണ് സ്ലീവ് അല്ലെങ്കിൽ മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അന്നേരം ഇത് രണ്ടുമാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടുന്ന ഷാഫ്റ്റ്. അന്നേരം അതിൻ്റെ ടേംസ് എന്നൊക്കെയൊന്ന് അറിഞ്ഞിരിക്കുക. സ്മോൾ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ദി സ്ലീവ് ആണ് അല്ലേ, സ്ലീവിൻ്റെ ഔട്ടർ ഡയമീറ്റർ. ഇൻറ്റേർണൽ ഡയമീറ്റർ ഏത് തന്നെയായിരിക്കും, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, സോ അത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സ്ലീവിൻ്റെ ലെങ്ത്. അതായത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന ഇതിൻ്റെ മെയിൻ പ്രൊപ്പോർഷൻസ് ചോദിക്കും. ഈ സ്ലീവ് ആൻഡ് മഫ് കപ്ലിങ്ങിൻ്റെ പ്രൊപ്പോർഷൻസ് ഏതൊക്കെയാണ്? അന്നേരം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ്? ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി സ്ലീവിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. അതെന്ന് പറയുന്നത് 2D + 13 ആണ്. 2 times ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് പ്ലസ് 13 mm ആഡ് ചെയ്യണം. ഓക്കെ, എന്തായാലും 2D + 13 ആണ്. ഡിയും എന്തിലായിരിക്കണം, mm-ലായിരിക്കണം. സോ അതാണ് ക്യാപിറ്റൽ ഡി. അതുപോലെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത് ഓഫ് ദി സ്ലീവ് എന്ന് പറയുന്നത് 3.5 D ആയിരിക്കും. ഓക്കെ, 3.5 times സ്മോൾ ഡി. വേർ ക്യാപിറ്റൽ ഡി ഈസ് ദ സ്ലീവ് ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. സ്മോൾ ഡി ഈസ് ദ ഷാഫ്റ്റ് ഡയമീറ്റർ, എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദി സ്ലീവ്. ഓക്കെ, സോ ഇത്രയാണ് സ്ലീവ് ആൻഡ് മഫ് കപ്ലിങ്ങിൻ്റെ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഹാസ് നോ പ്രൊജക്റ്റിംഗ് പാർട്ട് എക്സെപ്റ്റ് ആണ് കേട്ടോ, എക്സെപ്റ്റ് കീ ഹെഡ്. അന്നേരം ഇറ്റ് ഹാസ് നോ പ്രൊജക്റ്റിംഗ് പാർട്ട് എക്സെപ്റ്റ് കീ ഹെഡ്. നെക്സ്റ്റ് കീ ഹെഡ് അല്ലാതെ, കീ ഹെഡ് എന്ന് പറയുമ്പോഴത്തേന് താണ്ട് ഇങ്ങനൊരു ഇത്രയും പോർഷൻ അല്ലേ, കീ ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഈസി റിമൂവൽ ആൻഡ് ഇൻസേർഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അന്നേരം ആ കീ ഹെഡ് ഒഴികെ മറ്റ് പ്രൊജക്റ്റിംഗ് പാർട്ട് അതിന് ഇല്ല. അടുത്തത് കോമ്പാക്റ്റിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് സ്മോൾ റേഡിയൽ ഡയമെൻഷൻ. ശരിയല്ലേ, അതിൻ്റെ റേഡിയൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, സ്ലീവിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് മറ്റ് കപ്ലിങ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് കുറവാണ്. ഡിഫിക്കൽട്ട് ടു അസംബിൾ ആൻഡ് ഡിസ്മാൻഡിൽ. അതായത് അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, അസംബിൾ ചെയ്യുന്നതും ഡിസ്മാൻഡിൽ ചെയ്യുന്നതും ഡിഫിക്കൽട്ടാണ്. റിക്വയർ ആക്യുറേറ്റ് അലൈൻമെൻറ്റ്. അന്നേരം ഇതൊരു റിജിഡ് കപ്ലിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അതുകൊണ്ട് തന്നെ എന്ത് വേണം, അത് ആക്യുറേറ്റ് അലൈൻമെൻറ്റ് ഓഫ് ഷാഫ്റ്റ് ആയിരിക്കണം. അടുത്തത് റിക്വയർ മോർ ആക്സൽ സ്പേസ് കമ്പയർഡ് ടു ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിനെ അപേക്ഷിച്ച് അതിന് ആക്സൽ സ്പേസ് കൂടുതൽ വേണം. ഓക്കെ, അന്നേരം ഇത്രയാണ് അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ ആണ്. അന്നേരം ആകെ ഇതിൽ വരുന്ന 2 ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ബേസിലാണ് ഇതിൻ്റെ കമ്പോണൻസിനെ ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അത് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്നും ചെയ്യാനൊന്നും എന്തായാലും നമുക്ക് PSCയിൽ ചോദിക്കത്തില്ല, ശരിയല്ലേ. അന്നേരം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നത് അത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, അന്നേരം 2 കമ്പോണൻ്റാണ് ആകെ മെയിൻ വരുന്നത് അല്ലേ, ഒന്ന് സ്ലീവും പിന്നെ അതിൽ വരുന്ന കീയും. അന്നേരം സ്ലീവിനെ ഡിസൈൻ ചെയ്യുന്നത്, സ്ലീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുമെന്ന് അത് നമ്മൾ കണ്ടായിരുന്നല്ലോ, ഒരു ഹോളോ സിലിണ്ടറാണ്. അന്നേരം സ്ലീവിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ശരിയല്ലേ. ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ശരിയല്ലേ. അന്നേരം ഒരു ഷാഫ്റ്റിലായിരിക്കും ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ടോർക്ക്, അതിനെ ഈ ഷാഫ്റ്റ് തിരിച്ച് റെസിസ്റ്റ് ചെയ്യും. അന്നേരം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടോർഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അന്നേരം സ്ലീവിനെ എന്തിനെ ബേസിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും, ഡിസൈൻ കൺസിഡറിങ് ആസ് ഹോളോ ഷാഫ്റ്റ്. അന്നേരം സ്ലീവിനെ ഡിസൈൻ ചെയ്യുന്നത് ഹോളോ ഷാഫ്റ്റായിട്ട് അസ്യൂം ചെയ്തിട്ടാണ്.
ഹോളോ ഷാഫ്റ്റിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് ഷാഫ്റ്റിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. അന്നേരം ഹോളോ ഷാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ഡിസൈൻ ചെയ്യുന്നത്, സ്ലീവ് ഡിസൈൻ ചെയ്യുന്നത്. അടുത്തത് കീയുടെ ഡിസൈനാണ്. അന്നേരം രണ്ടാമത്തെ ഒരു കമ്പോണൻറ്റ് വരുന്നത് ഏതാണ്, അതിൽ വരുന്നത് കീ ആണ് അല്ലേ. ആകെ 2 കമ്പോണൻറ്റേ ഉള്ളൂ, ഒരെണ്ണം സ്ലീവാണ്, ഒന്ന് സ്ലീവാണ്, മറ്റൊന്ന് കീ ആണ്. അന്നേരം കീ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കീ ഇൻ ഈച്ച് ഷാഫ്റ്റ്, ഓരോ ഷാഫ്റ്റിലെയും കീ എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് ദ ലെങ്ത് ഓഫ് ദി സ്ലീവ്. കറക്റ്റ് അല്ലേ. അന്നേരം സ്ലീവ് ഇതാണ്, ഒരു ഷാഫ്റ്റ് ഇത്രയും, മറ്റൊരു ഷാഫ്റ്റ് ഇത്രയും അല്ലേ. അന്നേരം അതിൽ കീ കൊടുക്കുന്നത് ഒരു കീ ഇത്ര ഇവിടെയും കൊടുക്കും, ഒരു കീ ഇവിടെയും കൊടുക്കും. കണ്ടോ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ ആയിരിക്കും കീ കൊടുക്കുന്നത്. അതുപോട്ടെ, എന്തായാലും സ്ലീവിൻ്റെ ലെങ്തിൻ്റെ ഹാഫ് ആയിരിക്കും ഓരോ കീ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കീ ഡിസൈൻ ചെയ്യുമ്പോഴത്തേന് ടോട്ടൽ ലെങ്ത് ആയിട്ടാണ് കീ എടുക്കുന്നത്. അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ എന്താ പറയാം, അന്നേരം ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഹാഫ് ദി ലെങ്ത് ആണ്. സോ ടോട്ടൽ കീ ലെങ്ത് എന്ന് പറയുന്നത് ആ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് ആയിരിക്കും. ഓക്കെ, സോ കീ ഈസ് ഡിസൈൻഡ് ഓൺ ദി ബേസിസ്. കീ നോർമലി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഷിയർ സ്ട്രെങ്തിലും അതിൻ്റെ ക്രഷിങ്ങും അല്ലേ. അന്നേരം കീയുടെ ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ട്, കീ ഡിസൈൻ ചെയ്യുന്നത് ഷിയർ സ്ട്രെങ്തിലും അത് ഫെയിലാവാം, ക്രഷിങ്ങിലും ഫെയിലാവാം. സോ ഇത് രണ്ടുമാണ് കീയുടെ ഡിസൈൻ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ മഫ് ഓർ സ്ലീവ് ഓർ ബോക്സ് കപ്ലിങ്ങിൻ്റെ പിന്നെ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഷാഫ്റ്റ് കപ്ലിംഗ് ആണ് ക്ലാമ്പ് ഓർ കംപ്രഷൻ ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്. ഓക്കെ, ഇത് തൊട്ട് മുമ്പ് പറഞ്ഞ മഫ് കപ്ലിംഗ് അല്ലെങ്കിൽ സ്ലീവ് കപ്ലിങ്ങിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. വ്യത്യാസം എത്രയേ ഉള്ളൂ, ആ സ്ലീവ് എന്ന് പറയുന്ന പാർട്ട്, സ്ലീവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ പാർട്ടാണല്ലോ, അതിനെ ഇവിടെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു അപ്പർ പാർട്ടും കാണും, ഇത്രയും ഒരു അപ്പർ പാർട്ട്, പിന്നെ ഒരു താഴെ ഒരു ലോവർ പാർട്ട്, അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഇത് ഒരു പാർട്ട്, അതുപോലെ താഴെ മറ്റൊരു പാർട്ട്. എന്നിട്ട് ഇത് തമ്മിൽ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നത്, ബോൾട്ടുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതിന് അത് അസംബ്ലിയൊക്കെ ഈസി ആക്കാൻ വേണ്ടിയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് എന്ന് നെയിം വരാൻ കാരണം മഫ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ കംപ്രഷൻ കപ്ലിംഗ് എന്ന് വരാൻ കാരണം എന്താണ്, ഈ ബോൾട്ടുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാവും. അന്നേരം ഈ ഷാഫ്റ്റിനെ ഈ സ്ലീവിൻ്റെ കംപ്രഷൻ കാരണവും കൂടെ എന്ത് ചെയ്യും, അത് ഹെൽഡ് ചെയ്ത് വെക്കും അല്ലേ. അതുപോലെ അവിടെ ഈ ഷാഫ്റ്റും പിന്നെ സ്ലീവും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ കോണ്ടാക്റ്റ് വരികയും ഫ്രിക്ഷണൽ ടോർക്ക് വഴിയും ഇവിടെ പവർ ട്രാൻസ്മിഷൻ ചെയ്യുകയും ചെയ്യും. അന്നേരം സ്ലീവ് കപ്ലിങ്ങിൻ്റെ കേസിൽ എന്ത് വഴിയായിരുന്നു, കീ യൂസ് ചെയ്തിട്ടായിരുന്നു പവർ ട്രാൻസ്മിഷൻ. ഇവിടെ കീ യൂസ് ചെയ്തും അതുപോലെ ഫ്രിക്ഷൻ വഴിയും പവർ ട്രാൻസ്മിഷൻ നടക്കും. ഓക്കെ, അതാണ് ക്ലാമ്പ് ഓർ കംപ്രഷൻ ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, സ്ലീവ് മെയ്ഡ് അപ്പ് ഓഫ് two halves which are clamped together by bolts. അന്നേരം സ്ലീവിനെ 2 ഹാവായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 ഹാവ്സ് ഉണ്ട്, അത് ബോൾട്ട് വെച്ച് എന്ത് ചെയ്യുന്നു, ക്ലാമ്പ് ചെയ്യുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, നമ്പർ ഓഫ് ബോൾട്ട് ഈസ് ഓൾവൈസ് മൾട്ടിപ്പിൾ ഓഫ് 4. അന്നേരം ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ടാണ്, ഇവിടെ 2 എണ്ണം ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും 2 എണ്ണം കാണും. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ട് എത്രയായിരിക്കണം, മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം, അല്ലെങ്കിൽ അതായത് 4, 8 അങ്ങനെ ആയിരിക്കണം. ഓക്കെ, സോ അടുത്ത എന്താ, ഡൈനാമിക് ബാലൻസിങ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദിസ് കപ്ലിംഗ്, സോ അൺസ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ. എന്നാൽ ഇവിടുത്തെ കേസിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ബാലൻസിങ് പിന്നെ ഡിഫിക്കൽട്ടാണ്, സോ അൺസ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ്, ടോർക്ക് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ മീൻസ് ഓഫ് എന്തൊക്കെയാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദി ഷാഫ്റ്റ് ആൻഡ് ഓൾസോ കീ ട്രാൻസ്മിറ്റിംഗ് ടോർക്ക്. അന്നേരം കീ യൂസ് ചെയ്തും ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞോണം, ബോൾട്ടുകൾ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേന് ഷാഫ്റ്റും ഈ മഫ് അല്ലെങ്കിൽ ആ സ്ലീവും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരുന്നു, അവിടെ ഫ്രിക്ഷൻ വരുന്നു, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വഴിയും പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന, നമ്മൾ സ്ലീവ് കപ്ലിങ്ങിനെ പോലെ തന്നെ പറഞ്ഞ കുറച്ച് പാരാമീറ്റേഴ്സ്. എന്താ, പ്രൊപ്പോർഷൻസ്. ഫസ്റ്റ് എന്താണ്, ആദ്യമേ നമുക്ക് ആ ടേംസ് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ലീവ് ലെങ്ത് ഇവിടെയും L തന്നെയാണ്, ക്യാപിറ്റൽ D ആണ് എന്ത്, ഔട്ട്സൈഡ് സ്ലീവ് ഡയമീറ്റർ, സ്മോൾ d എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഡയമീറ്റർ. ഓക്കെ ആണല്ലോ. ദെൻ സ്ലീവ് ഡയമീറ്റർ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 2.5D മാത്രമേ ഉള്ളൂ, 13 ഇല്ല, 2.5D. ഓക്കെ, അടുത്തത് സ്ലീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മറ്റേതിനെ പോലെ തന്നെ 3.5D. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് കീ എന്ന് പറയുന്നത് 2 കീ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു കീ യൂസ് ചെയ്യും, ഇവിടെ ഒരു കീ യൂസ് ചെയ്യും. അങ്ങനെ കീയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇത് ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ഒരു കീയുടെ ലെങ്ത് എന്തായിരിക്കും, അതിൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് കീ എന്ന് പറയുന്നത് 0.5 ഓഫ് ഏതാണ്, മഫ് കപ്ലിംഗ്, 0.5. ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് ദി
സ്ലീവ് ലെങ്ത്. ഓക്കെ, സോ സ്ലീവ് ലെങ്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല, 3D തന്നെയാണ്, മറ്റേത് 2.5D. ഓക്കെ, ഇനി അടുത്തത് ക്ലാമ്പിംഗ് ബോൾസ്. ക്ലാമ്പിംഗ് ബോൾസ് എത്ര എണ്ണം വേണമെന്നാണ്. ക്ലാമ്പിംഗ് ബോൾസിൻ്റെ നമ്പർ അല്ല, അതിൻ്റെ ഡയമീറ്റർ, ദാറ്റ് ഈസ് D1 ഈസ് ഈക്വൽ ടു 0.2D. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ്. സോ 0.2D + 10 വെൻ D ലെസ് ദാൻ ഓർ ഈക്വൽ ടു 55 mm. ദാറ്റ് മീൻസ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് 55 അതിൽ താഴെയോ ആണെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യേണ്ടുന്ന ബോൾട്ടിൻ്റെ ഡയമീറ്റർ ഇതാണ്, D1 ഈസ് ഈക്വൽ ടു 0.2D + 10. ഇനി 55 മേളിലുള്ള ഡയമീറ്റർ ആണെങ്കിൽ D1 ഈസ് ഈക്വൽ ടു 0.15D + 15 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ക്ലാമ്പ് ഓർ കംപ്രഷൻ ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിങ്ങിൻ്റെ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇത് സിമിലർ ആണ്. ഇതിന് ഡിസൈൻ സിമിലർ ടു പ്രീവിയസ്, ദാറ്റ് ഈസ് മഫ് കപ്ലിംഗ് അല്ലെങ്കിൽ സ്ലീവ് കപ്ലിംഗ് ആണ്. ഷാഫ്റ്റിനെ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ടോർഷണൽ റിജിഡിറ്റി വെച്ച് നമുക്ക് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ച് ഡിസൈൻ ചെയ്യാം. കിയെ ഡിസൈൻ ചെയ്യുന്നത് ഷിയറും ക്രഷിംഗ് സ്ട്രെങ്തും വെച്ച് ഡിസൈൻ ചെയ്യാം. അതുപോലെ മഫിനെ ഏത് വെച്ചാൽ ഹോളോ സിലിണ്ടറായിട്ട് അസ്യൂം ചെയ്യാം. പിന്നെ ബോൾട്ടിൻ്റെ ഡിസൈനും കൂടെ ഉള്ളൂ. അന്നേരം അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് പറയേണ്ട കാര്യമില്ല. സോ അടുത്ത കപ്ലിങ്ങിലോട്ട് പോകും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ആണ്. ഫസ്റ്റ് അടുത്ത കപ്ലിംഗ് ആണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒറിജിനൽ ഫിഗറാണിത്. ഇത് അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. എന്താണ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്? 2 ഫ്ലാഞ്ചസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഏറ്റവും സിമ്പിളായിട്ടൊരു ഫിഗർ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെയും ഒരെണ്ണം കൂടെ കാണും അല്ലേ, ഇവിടെ കാണും. എന്നിട്ട് ഇതിൽ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്യും, ഇതിൽ മറ്റൊരു ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നു, ഇത് തമ്മിൽ ചേർത്ത് ബോൾട്ട് വെച്ച് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. സോ അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരെന്നാണ്. ഇതാണ്ട് അന്നേരം ഇതായിരിക്കും ഒരു ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തത്, ഇതിന് തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്പർ ഓഫ് ബോൾസ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിലോട്ട് നമുക്ക് പോകാം. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. The flanged coupling is usually applies to couplings having 2 separate cast iron flanges. അന്നേരം യൂഷ്വലി അതിലുള്ളതെന്ന് പറഞ്ഞാൽ 2 കാസ്റ്റ് അയൺ ഫ്ലാഞ്ചസ് ആയിരിക്കും ഉള്ളത്. ഫ്ലാഞ്ചസ് നോർമലി മെയ്ഡ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ വെച്ചായിരിക്കും. അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ട. അടുത്തത് ഈച്ച് ഫ്ലാഞ്ച് ഈസ് മൗണ്ടഡ് ഓൺ ദി ഷാഫ്റ്റ് എൻഡ് ആൻഡ് കീഡ് ടു ഇറ്റ്. അന്നേരം ഓരോ ഫ്ലാഞ്ചും എന്തുവാ ഷാഫ്റ്റിലെ എൻഡുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ ഒരു ഷാഫ്റ്റിലെ ഫസ്റ്റ് ഫ്ലാഞ്ച്, സെക്കൻഡ് ഷാഫ്റ്റിൽ അടുത്ത ഫ്ലാഞ്ച്. ഓക്കെ, വൺ ഓഫ് ദി ഫ്ലാഞ്ച് ഹാസ് പ്രൊജക്റ്റഡ് പോർഷൻ ആൻഡ് അതർ ഹാസ് കറസ്പോണ്ടിങ് റിസസ്. നോക്ക്, ഒരു ഫ്ലാഞ്ചിൽ കണ്ടോ, ഒരു ഫ്ലാഞ്ചിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു ഇരിക്കും. രണ്ടാമത്തെ ഫ്ലാഞ്ചിൽ എന്തായിരിക്കും, ഒരു റിസസ് കാണും. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കും, ആ പാർട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി ഒരു റിസസ്സും കാണും. അതായത് ഒരു ഫ്ലാഞ്ചിൽ പ്രൊജക്ഷൻ പാർട്ടും കാണും, ഒരെണ്ണത്തിലും എന്തായിരിക്കും, റിസസ്സും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ 2 ഫ്ലാഞ്ചസ് ആർ കപ്പിൾഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് ബോൾസ് ആൻഡ് നട്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്തത് ഫ്ലാഞ്ച് കപ്ലിംഗ് ഈസ് അഡോപ്റ്റഡ് ടു ഹെവി ലോഡ്സ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് ഷാഫ്റ്റ്. അന്നേരം ഇത് നമ്മുടെ മഫ് കപ്ലിങ്ങിനെ പോലെ അത് ലൈറ്റ് ലോഡിനാണ്. ഇവിടുത്തെ കേസിൽ അത് എന്തിനു ഉപയോഗിക്കാം, നമുക്ക് ഇത് ഹെവി ലോഡ് ട്രാൻസ്മിഷന് വേണ്ടി ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് യൂസ് ചെയ്യാം. അന്നേരം ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിനെ നമ്മൾ ഇപ്പോൾ പറയുന്നത് റിജിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ആണ് കേട്ടോ. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് തന്നെ 2 തരത്തിലുണ്ട്. റിജിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗും ഉണ്ട്, ഫ്ലെക്സിബിളും ഉണ്ട്. റിജിഡും ഉണ്ട്, ഫ്ലെക്സിബിളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിജിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഫ്ലെക്സിബിളിൻ്റെ കേസിൽ അത് പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഈ നട്ട് ബോൾട്ട് ഭാഗത്ത് ബുഷിങ്സ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ചെറിയ മിസ് അലൈൻമെൻ്റ് ഒക്കെ അതിന് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ റിജിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ആണ്. സോ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൊട്ടക്റ്റീവ് ടൈപ്പും നോൺ പ്രൊട്ടക്റ്റീവ് ടൈപ്പും. ഓക്കെ, സോ പ്രൊട്ടക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഈ നോൺ പ്രൊട്ടക്റ്റീവ് നോക്ക്, ഈ ബോൾട്ടിൻ്റെ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കവറിങ് ഇല്ല. അതിനെയാണ് നോൺ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത്. ബോൾട്ടിൻ്റെ ഹെഡ് ഔട്ട്സൈഡിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. പ്രൊട്ടക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് ഹെഡിനെ കവർ ചെയ്തുകൊണ്ട് കുറച്ചൊരു പോർഷൻ കണ്ടോ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. ഓക്കെ, അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കി എല്ലാ ഡിസൈനും പ്രൊട്ടക്റ്റീവ് ആയാലും നോൺ പ്രൊട്ടക്റ്റീവ് ആയാലും സെയിമാണ്. റിജിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ പ്രൊപ്പോർഷനിലോട്ട് പോകാം. ഓക്കെ, സോ പ്രൊപ്പോർഷൻ പറയുന്നതിന് മുമ്പ് അതിൻ്റെ ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കുക. വാട്ട് ആർ ദ ടേംസ്? ഓക്കെ, നോക്കുക, ഇതിൻ്റെ ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഹബ്ബ്. അതുകൊണ്ട് ഈ ഏരിയ കൂടിയ പാർട്ടിനെ അല്ലെങ്കിൽ ലെങ്ത് കൂടിയ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഹബ്ബ്. ഓക്കെ, ഹബ്ബിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഫ്ലാഞ്ച് നിൽക്കുന്നത്. ഓക്കെ,
ഇതാണ് ഫ്ലാഞ്ച്. ഓക്കെ ആണല്ലോ. സോ ഹബിൻ്റെ ഡയമീറ്ററിനെ ക്യാപിറ്റൽ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. സ്മോൾ ഡി എന്തായിരുന്നു? ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആയിരുന്നു. ഹബിൻ്റെ ഡയമീറ്ററിനെ ക്യാപിറ്റൽ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫ്ലാഞ്ചിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഡയമീറ്ററിനെ D2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഒരു D1 ഉണ്ട്. D1 കണ്ടോ? D1 എന്ന് പറയുന്നത് ഈ ബോൾട്ട് ഇതാണ് നമ്മുടെ ഫ്ലാഞ്ചെങ്കിൽ ഇത് ഹബ്ബ്. അന്നേരം ഇവിടെ ആയിരിക്കും ഇങ്ങനെ ബോൾട്ട് കൊടുക്കുന്നത്. ഓക്കെ. അന്നേരം ബോൾട്ടിലൂടെ വരയ്ക്കുന്ന ഒരു ഇമാജിനറി സർക്കിൾ കാണുമല്ലോ, ആ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് ഈ D1 എന്ന് പറയുന്നത്. ഓക്കെ. സോ പിച്ച് സർക്കിൾ ഓഫ് ബോൾട്ട് എന്നൊക്കെ പറയും. ഓക്കെ. അടുത്തത് ലെങ്ത്. ഈ ഹബിൻ്റെ ലെങ്തിനെ L കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. കണ്ട, 2 ഹബ്ബുണ്ട്, രണ്ടിൻ്റെയും ലെങ്ത് L. അതേ ലെങ്ത് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്ന ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കീ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ഹബ്ബിൽ ഒരു കീ വെച്ച് 2 കീ ആയിരിക്കും ഉള്ളത്. അതിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് ഏതിന് ഈക്വൽ ആയിരിക്കും? L-ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സിനെ TF കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ അകത്ത റിസസിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ടേംസ് ഒന്നുമില്ല, അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5D ആണ്. അതിന് നമ്മൾ പറയും അകത്ത റിസസ്. ഓക്കെ. സോ ഇത്രയും ഏകദേശം ഇത്രയാണുള്ളത്. അന്നേരം നമുക്കൊന്ന് പ്രൊപ്പോർഷനിലോട്ട് പോവാം. ലെറ്റ് D ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്, ദെൻ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഹബ്ബ് ഈസ് 2D. ഹബിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ 2D ആണ്. ഓക്കെ. ഹബിൻ്റെ ഡയമീറ്റർ ഞാൻ പറഞ്ഞു വന്നു, നോക്കിക്കോളുക. ഹബിൻ്റെ ഡയമീറ്റർ ഔട്ട്സൈഡ് ഡയമീറ്റർ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 2D ആണ്. സോ 2 ടൈംസ് ഷാഫ്റ്റ് ഡയമീറ്റർ. അടുത്തത് ലെങ്ത് ഓഫ് ദി ഹബ്ബ് ഓർ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കീ. കണ്ടോ, ഹബിൻ്റെ ലെങ്തും ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കീയും സെയിം ആണ്. അതിൻ്റെ എത്രയാണ്? 1.5D ആണ്. ഓക്കെ. അടുത്തത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്. അന്നേരം ബോൾട്ട് പാസ് ചെയ്തേക്കുന്ന ഒരു ഇമാജിനറി സർക്കിളിൻ്റെ ഡയമീറ്റർ, അതിനെയാണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് എന്ന് പറയുന്നത്. അതിനെ D1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു 3D. ഓക്കെ. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 3D ആണ്. അടുത്തത് തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച്. ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് 0.5D ആണ്. കണ്ടോ, ഈ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്, ഇത്രയും തിക്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5D ആണ്. ഓക്കെ. സോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓർത്താലും മതി. ഒരെണ്ണം കൂടെ ഒന്ന് പറയട്ടെ. ഫ്ലാഞ്ചിൻ്റെ ഡയമീറ്റർ ഏതാണ്? 4D ആണ്. 4D D2. സോ ഇങ്ങനെ ഓർത്താൽ മതി. സ്മോൾ d ഷാഫ്റ്റിൻ്റെ, ഹബിൻ്റെത് 2D, മറ്റേ പിച്ച് സർക്കിൾ ഡയമീറ്റർ 3D, ഏറ്റവും ലാസ്റ്റ് ഔട്ട്സൈഡ് 4D. ആ ഓർഡറെല്ലാം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. സോ നെക്സ്റ്റ് ഡയമീറ്റർ ഓഫ് ദി സ്പൈഗോട്ട് ആൻഡ് റിസസ്. ഞാൻ പറഞ്ഞു ആ സ്പൈഗോട്ട് റിസസ് പാർട്ടിൻ്റെ ഡയമീറ്റർ 1.5D ആണ്. തിക്നെസ് ഓഫ് ദി പ്രൊട്ടക്റ്റിംഗ് പാർട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.25D ആണ്. TP കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. പ്രൊട്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്ടേ, ഈ പ്രൊട്ടക്റ്റിംഗ് കപ്ലിംഗ് എടുക്കും, പ്രൊട്ടക്റ്റീവ് ടൈപ്പ് എടുക്കുമ്പോഴത്തേന് കണ്ട ഇത്രയായിരുന്നു ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്. പിന്നെ കുറച്ച് പോർഷൻ എക്സ്ട്രാ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുക, അതിനെയാണ് പ്രൊട്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് TP. അത് 0.25D ആണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് തിക്നെസ് ഓഫ് ദി പ്രൊട്ടക്റ്റിംഗ് പാർട്ട്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. അടുത്തത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഫ്ലാഞ്ച്, ഓൾറെഡി പറഞ്ഞതാണ് 4D ആണ്. ഓക്കെ. സോ ഇത്രയാണ് പ്രൊപ്പോർഷൻസ്. അതുപോലെ നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ എണ്ണം, എത്ര ബോൾട്ട് ഒരു ഫ്ലാഞ്ചിഡ് കപ്ലിങ്ങിൽ യൂസ് ചെയ്യണം, അതിൻ്റെ എണ്ണം നോക്കുന്നത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അത് 40 mm താഴെയാണെങ്കിൽ അതിൻ്റെ എത്ര ബോൾട്ട് വേണം? 3 ബോൾട്ട് മതിയാകും. ഓക്കെ. 40ക്കും 100നും ഇടയ്ക്കാണെങ്കിൽ 4 ബോൾട്ട് വേണ്ടി വരും. 100നും 180ക്കും ഇടയ്ക്കാണെങ്കിൽ 6 ബോൾട്ട് വേണ്ടി വരും. ഓക്കെ. അന്നേരം ഇതൊന്ന് ഓർത്ത് നോക്കുക. 40ൽ താഴെയാണെങ്കിൽ 3 ബോൾട്ട്, 40നും 100നും ഇടയ്ക്ക് 4 ബോൾട്ട്, 100നും 180നും ഇടയ്ക്ക് 6 ബോൾട്ട് വേണ്ടി വരും. ഓക്കെ. ഇനി അടുത്തത് ഈ ബോൾട്ട് രണ്ട് രീതിയിൽ ബോൾട്ട് നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഏതിലാണ്? നമ്മുടെ ഫ്ലാഞ്ചിൽ 2 രീതിയിൽ ബോൾട്ട് ഫിക്സ് ചെയ്യാം. ഒന്നാമത്തെ കേസ്, ഇഫ് ബോൾട്ട് ആർ ഫിറ്റഡ് ഇൻ റീംഡ് ആൻഡ് ഗ്രൗണ്ട് ഹോൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫിനിഷ് ചെയ്ത ഹോളിലാണ് പിന്നെ ബോൾട്ട് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇൻ ദിസ് കേസ് ദെയർ ഈസ് നോ ക്ലിയറൻസ് ആൻഡ് ബോൾട്ട് ആർ ഫിംഗർ ടൈറ്റ്. അന്നേരം ആ കേസിലാണെങ്കിൽ എന്താണ്? ക്ലിയറൻസ് ഒന്നും കാണത്തില്ല, ഫിംഗർ ടൈറ്റ് ആയിരിക്കും. ദസ് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ മീൻസ് ഓഫ് ഷിയർ റെസിസ്റ്റൻസ് ഓഫ് ദി ബോൾട്ട്. അന്നേരം ആ കേസിൽ ബോൾട്ടിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് വഴിയായിരിക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ്, ബോൾട്ട് ആർ ഫിറ്റഡ് ഇൻ ലാർജ് ക്ലിയറൻസ് ഹോൾ. അന്നേരം ആ ബോൾട്ട് ഇട്ടേക്കുന്ന ഹോളിൻ്റെ ബോൾട്ടിൻ്റെ ഡയമീറ്ററിനേക്കാളും കൂടുതലാണ് ഹോള്. ദാറ്റ് ഈസ് ബോൾട്ട് ആർ ഫിറ്റഡ് ഇൻ ലാർജ് ക്ലിയറൻസ് ഹോൾ. അന്നേരത്തിൻ്റെ കേസിൽ എന്താ? ബോൾട്ട് ആർ ടൈറ്റൻഡ് വിത്ത് പ്രീ ലോഡ് ആൻഡ് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ മീൻസ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 ഫ്ലാഞ്ചസ്. അന്നേരം ആ കേസിൽ
ബോൾട്ടിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബോൾട്ട് പ്രീലോഡ് മീൻസ് എന്താണ്, ഈ രണ്ട് ഫ്ലാഞ്ചും തമ്മിൽ നല്ല രീതിയിൽ ബോൾട്ടിൽ ലോഡ് കൊടുത്ത് ടൈറ്റ് ചെയ്യണം. അന്നേരം ഈ ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ കാരണമായിരിക്കും അവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരെണ്ണം പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് ബോൾട്ട്, രണ്ടാമത്തത് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഫ്ലാഞ്ച്. അങ്ങനെ ഇതാണ് രണ്ട് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസൈൻ, അതിൻ്റെ ഡിസൈനെ ബേസ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കാം. അന്നേരം ഓരോ പാർട്ടിൻ്റെയും ഡിസൈൻ നോക്കണം. ഓക്കെ, അന്നേരം ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഹബ്ബിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും? ഹബ്ബ് ഈസ് ഡിസൈൻഡ് ബൈ കൺസിഡറിങ് ഹോളോ ഷാഫ്റ്റ്. അന്നേരം ഹബ്ബ് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, ഹബ്ബിൽ ഒരു ഹോള് കാണും, അതായിരിക്കും ഷാഫ്റ്റ് അതിൽ കൊടുക്കുന്നത്. അന്നേരം എന്തായാലും ഹബ്ബ് ഏതിനെ ഡിസൈൻ, അത് ഒരു ഹോളോ പാർട്ടാണ് അല്ലേ. സോ ഇറ്റ് ഈസ് കൺസിഡറിങ് ഹോളോ ഷാഫ്റ്റ്. ഇക്വേഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ നമുക്ക് T/J = τ/r അതിൽ നിന്നാണ് കിട്ടുന്നത്. സോ ഇക്വേഷന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട, പറ്റുന്നവർ പഠിച്ചു വെക്കുക. ഹബ് ഈസ് ഡിസൈൻഡ് ബൈ മീൻസ് ഓഫ് ഹോളോ ഷാഫ്റ്റ്. ഓക്കെ, അടുത്തത് കീ ഡിസൈൻ ചെയ്യുന്നത് എല്ലാ കേസിലും കീ ചെയ്യുന്നത് പോലെ തന്നെ ബേസ്ഡ് ഓൺ ഷിയറിംഗ് ആൻഡ് ക്രഷിംഗ്. അന്നേരം കീ രണ്ട് രീതിയിലാണ്, ഷിയറിങ്ങും ക്രഷിങ്ങും. ഓക്കെ, സോ കീയുടെ ഡിസൈൻ അതാണ്. അടുത്തത് ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് ആണ്. ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബിൻ്റെ മുകളിലോട്ടുള്ള പാർട്ടാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് അല്ലേ. ഫ്ലാഞ്ച് ഈസ് ദ ജംഗ്ഷൻ ഓഫ് ദി ഹബ് ഈസ് അണ്ടർ ഷിയർ. അന്നേരം ഇതാണ് ഹബ്, ഇതാണ് ഫ്ലാഞ്ച്. അന്നേരം ഇത് തമ്മിൽ ഒരു ജംഗ്ഷൻ വരുമല്ലോ, ഈ ജംഗ്ഷനിൽ അവിടെ ഷിയർ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാകുന്നത് ഫ്ലാഞ്ചിൽ. ഓക്കെ, സോ വൈൽ ട്രാൻസ്മിറ്റിംഗ് ടോർക്ക്, സോ ഷിയർ വെച്ചിട്ടായിരിക്കും ഫ്ലാഞ്ചിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ഹബിനെ ഡിസൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ഹോളോ ഷാഫ്റ്റ്. ഫ്ലാഞ്ചിനെ ഡിസൈൻ ചെയ്യുന്നത് ബൈ ഷിയർ റെസിസ്റ്റൻസ്. ഓക്കെ, ഷിയർ വഴിയായിരിക്കും ഫ്ലാഞ്ചിനെ ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ബോൾട്ട് എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്? ബോൾട്ട് ഈസ് ഡിസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഷിയറിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീംഡ് ഹോൾ ആണെങ്കിൽ മാത്രമേ ബോൾട്ട് അവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ആ കേസിൽ ബോൾട്ടിൽ ഷിയർ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. സോ ഷിയർ വെച്ച് ഇത് ചെയ്യണം. മറ്റേ കേസ് ആണെങ്കിൽ ടെൻഷൻ ആയിരിക്കും. ആ കേസ് അവിടെ പറയുന്നില്ല. അന്നേരം നിങ്ങൾ ഓപ്ഷൻ ചോദിക്കുമ്പോഴത്തേന് ബോൾട്ട് ഈസ് ഡിസൈൻഡ് ഓൺ ബേസ് ഓൺ സ്ട്രെങ്ത്. ഓക്കെ, അല്ലാത്ത ലൂസ് ഹോൾ ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഫ്രിക്ഷൻ കാരണം, ഫ്ലാഞ്ചസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അന്നേരം ബോൾട്ടിൽ പ്രീലോഡ് കൊടുക്കുമ്പോഴത്തേന് അതിൽ വരുന്നത് ടെൻഷനാണ്. ഓക്കെ, അന്നേരം ടെൻസൈലായിരിക്കും. ആ കേസ് വലിയ ഡെപ്തിലോട്ടൊന്നും അവർ പോകത്തില്ല. ഇത്രയേ ഉള്ളൂ. നോർമൽ കേസിൽ എന്താണ് പറയുന്നത്? ബോൾട്ട് ഷിയർ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അന്നേരം ഓർത്ത് നോക്കുക, ബോൾട്ടിൽ ഷിയർ ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് ബുഷ്ഡ് പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. അന്നേരം നമ്മുടെ കപ്ലിങ്ങിലെ രണ്ടാമത്തെ കേസാണ്, ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ മറ്റൊരു കേസാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ബോൾട്ടിൻ്റെ ഭാഗത്ത് എന്തായിരിക്കും? പിന്നെ ബുഷസ് വെക്കും അല്ലേ. ബുഷസ് വെച്ചിട്ട് ഫ്ലെക്സിബിലിറ്റി, ചെറിയൊരു ആംഗുലാർ മിസ്അലൈൻമെൻ്റൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റും തമ്മിൽ ചെറിയൊരു ആംഗുലാർ മിസ്അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫ്ലെക്സിബിലിറ്റി കാരണം അത് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് അതിനെപ്പറ്റി ഒന്ന് നോക്കാം നമുക്ക്. മോഡിഫിക്കേഷൻ ഓഫ് റിജിഡ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ്, ശരിയല്ലേ? റിജിഡ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് തന്നെയാണ് സംഭവം, അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ദ കപ്ലിംഗ് ബോൾട്ട്സ് ആർ നോൺ ആസ് പിന്ന്. അന്നേരം ഇവിടുത്തെ കേസിൽ കപ്ലിംഗ് ബോൾട്ടിനെ വിളിക്കുന്ന പേരാണ് പിൻ എന്ന് വിളിക്കും. ഓക്കെ, ദ റബ്ബർ ഓർ ലെതർ ബുഷസ് ആർ യൂസ്ഡ് ഓവർ ദ പിന്ന്. അന്നേരം ഈ പിന്ന് ഇതാണ് കപ്ലിംഗ് ബോൾട്ട്, അതിൻ്റെ മുകളിൽ റബ്ബർ അല്ലെങ്കിൽ ലെതർ ബുഷസ് യൂസ് ചെയ്യും. ദ ടു ഹാഫ്സ് ഓഫ് ദി കപ്ലിംഗ് ആർ ഡിസിമിലർ. മറ്റേതിൻ്റെ കേസിൽ രണ്ട് ഹാവും സിമിലർ ആയിരുന്നു അല്ലേ. ഈ പാർട്ടും തമ്മിൽ എന്തുവാ? ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. ഇവിടെ റിസസിൽ മാത്രമേ ഉള്ളായിരുന്നു ഒരു വ്യത്യാസം. പക്ഷേ ഇവിടുത്തെ കേസിൽ രണ്ടും തിക്നെസ്സിൽ ഉൾപ്പെടെ ഡിസിമിലർ ആണ്. ഓക്കെ, ദ ക്ലിയറൻസ് ഓഫ് 5 mm ഈസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ഫേസ് ഓഫ് ദി ടു ഹാഫ്സ് ഓഫ് ദി കപ്ലിംഗ്. കണ്ടോ, ഇവിടെ ഒരു ക്ലിയറൻസ് കാണും, ഒരു 5 mm ക്ലിയറൻസ് കാണും. അസംബ്ലിക്ക് ശേഷം ഒരു 5 mm ക്ലിയറൻസ് കാണും. ഓക്കെ, അത് ആ മിസ്അലൈൻമെൻറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത്, സിൻസ് ദ പിൻ ആൻഡ് റബ്ബർ ഓർ ലെതർ ബുഷ് ഈസ് റിജിഡ്ലി ഹെൽഡ് ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് ഫ്ലാഞ്ച്, ദെയർ ഫോർ ദ ടാൻജൻഷ്യൽ ലോഡ് അറ്റ് ദി എൻലാർജ്ഡ് പോർഷൻ വിൽ എക്സേർട്ട് എ ബെൻഡിങ് ആക്ഷൻ ഇൻ ദ പിൻ. അന്നേരം പിന്നിൻ്റെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ കേസിൽ നമ്മൾ ബോൾട്ടിൽ ഉണ്ടാകുന്നത് ഷിയർ സ്ട്രെസ് ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ കേസിൽ ബെൻഡിങ് ആണ് ഉണ്ടാകുന്നത്. അന്നേരം അത് എങ്ങനെ വന്നതെന്നാണ് ഈ പറയുന്നത്. അന്നേരം ഇത്ര ഓർത്ത് വെക്കുക നിങ്ങൾ ഇതിൽ നിന്നും. പിന്നിൽ മെയിനായിട്ടും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ് ഉണ്ടാകും കേട്ടോ. ഷിയർ സ്ട്രെസ്സിനോടൊപ്പം തന്നെ അതിലുണ്ടാകുന്ന മറ്റൊരു സ്ട്രെസ്സാണ് ബെൻഡിങ് സ്ട്രെസ്. അന്നേരം ബെൻഡിങ് ആക്ഷൻ അവിടെ ഉണ്ടാകും. ഓക്കെ, അതാണ് ബുഷ്ഡ് പിൻ ഫ്ലെക്സിബിൾ കപ്ലിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. അന്നേരം അതിലെ മറ്റ് പ്രൊപ്പോർഷൻസ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. ഒന്ന് നോക്കാം.
മറ്റ് പ്രൊപ്പോർഷൻസ് ഒന്ന് നോക്കിയാൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഹബ്ബ് ഡയമീറ്റർ 2D ആണ്, പിന്നെ ഔട്ട്സൈഡ് ഡയമീറ്റർ 4D ആയിരിക്കും, ഇത് 3D ആയിരിക്കും. ഓൾമോസ്റ്റ് മറ്റേതെല്ലാം സെയിം ആണ്. ലെങ്ത് 1.5D ആണ്. ഓക്കെ, അന്നേരം വ്യത്യാസം ഇത്രയും മാത്രമേ ഉള്ളൂ, ആ പിന്നിൻ്റെ ഡിസൈനിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ 5mm ക്ലിയറൻസ് ഓർത്ത് വെക്കുക. ലാസ്റ്റ് വണ്ണാണ് മറൈൻ ഫ്ലാഞ്ചഡ് കപ്ലിംഗ്. മറൈൻ ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഫ്ലാഞ്ചസ് ആർ ഫോർജ്ഡ് ഇൻ്റഗ്രൽ വിത്ത് ഷാഫ്റ്റ്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്ലാഞ്ചസും ഷാഫ്റ്റും ഒരേ പാർട്ടാണ്. കണ്ടോ, ഒരേ പാർട്ടാണ്. ദാറ്റ് ഈസ് ഫ്ലാഞ്ചസ് ആർ ഫോർജ്ഡ് ഇൻ്റഗ്രൽ വിത്ത് ഷാഫ്റ്റ്. ഫ്ലാഞ്ചസ് ആർ ഹെൽഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് ടേപ്പേഡ് ഹെഡ്ലെസ് ബോൾട്ട്. അന്നേരം ടേപ്പേഡ് ബോൾട്ടാണ്, ഹെഡ്ലെസ് ബോൾട്ടാണ്. നമ്പറിങ് ഫ്രം 4 to 12 ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. 4 മുതൽ 12 വരെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബോൾട്ട്. അത് ടേപ്പേഡ് ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണ്? ഫ്ലാഞ്ചസ് ആർ ഇൻ്റഗ്രൽ വിത്ത് ഫോർജ്ഡ് ഇൻ്റഗ്രൽ വിത്ത് ഷാഫ്റ്റ്. ഓക്കെ, ഒന്നാമത്തത് അതാണ്, ഫ്ലാഞ്ചസ് ആർ ഫോർജ്ഡ് ഇൻ്റഗ്രൽ വിത്ത് ഷാഫ്റ്റ്. രണ്ടാമത്തത് ബോൾട്ട് യൂസ് ചെയ്യുന്നത് ടേപ്പേഡ് ഹെഡ്ലെസ് ബോൾട്ടാണ്. 4 to 12 ആണ് എണ്ണം. ഓക്കെ, അന്നേരം മറൈൻ ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ ഒരു പ്രൊപ്പോർഷൻസ് ഒന്ന് നോക്കിയാൽ നമ്പർ ഓഫ് ബോൾട്ട് 4 മുതൽ 12 വരെയാണെന്ന് പറഞ്ഞു. അത് 4 എന്ന് പറയുന്നത് 35 to 55 അടുത്തത് 56 to 150 6 ഉപയോഗിക്കാം. 151 ഇതെന്താണ്? ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ്. ഓക്കെ, അന്നേരം അത് പറ്റുമെങ്കിലും ഒന്ന് ഓർത്ത് നോക്കുക. 4 മുതൽ 12 വരെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ടേപ്പർ ഓഫ് ബോൾട്ട്. ബോൾട്ട് ടേപ്പേഡ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/20 to 1/40 ആണ് ടേപ്പറിൻ്റെ വാല്യൂ. ഓക്കെ, പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഒരു വ്യത്യാസമുണ്ട്. 1.6D ആണ് പിച്ച് സർക്കിൾ. മറ്റേടുത്ത കേസിൽ എന്തായിരുന്നു? 3D ആയിരുന്നു. അതിന് വരെ 1.6D ആണ്. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഫ്ലാഞ്ച് 2.2D ഉള്ളൂ. ഓക്കെ, അന്നേരം ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് D2 എന്ന് പറയുന്നത്, ഇത് D2 എന്ന് പറയുന്നത് 2.2D ഉള്ളൂ. ഇത് 1 ഏതാ ഈ D1 എന്ന് പറയുന്നത് 1.6D ഓക്കെ, അന്നേരം ഇത്രയും പ്രൊപ്പോർഷൻസ് ഇതിൽ ഓർത്ത് വെക്കുക. സോ ഇതോടെ നമുക്ക് പിന്നെ കപ്ലിങ്സ് ഓൾമോസ്റ്റ് തീർന്നു. ഇതിൽ വരുന്ന മറ്റ് 2 കപ്ലിങ്സ് ആണ് ഓൾഡിഹാംസ് കപ്ലിങ്ങും അതുപോലെ യൂണിവേഴ്സൽ ഓർ ഹൂക്സ് കപ്ലിംഗ് ഉണ്ട്. അന്നേരം ഹൂക്സ് ജോയിൻറ്റ്. അന്നേരം അത് നമ്മൾ തിയറി ഓഫ് മെഷീൻസിൽ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ പറയുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്പ്രിങ്ങിൻ്റെയും ഈ ഷാഫ്റ്റ് കപ്ലിങ്ങിൻ്റെയും പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അന്നേരം അതിൽ നമ്മൾ മിസ് ചെയ്ത പാർട്ട് ക്വസ്റ്റ്യൻസിലുണ്ടെങ്കിൽ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.